നമ്മുടെ ജീവിതത്തെ എത്രമാത്രം ബൈബിൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഒരു ചോദ്യം, ആ ചോദ്യത്തോടുള്ള ബന്ധത്തിലാണ് ഞാൻ ഈ കാര്യങ്ങളിന്ന് സംസാരിക്കാനായിട്ട് കർത്താവിൽ ആശ്രയിക്കുന്നത്. കാരണം നമ്മുടെ ലൈഫിനെ ഒരുപാട് കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ബൈബിൾ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ബൈബിൾ വായിക്കുന്നവരായിരിക്കാം, പഠിക്കുന്നവരായിരിക്കാം, പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, നമ്മൾ ഇതൊക്കെ ചർച്ചിൽ ക്രമം വിടാതെ പോകുന്നവരായിരിക്കാം, ഇതൊക്കെ ആയിരിക്കാം. പക്ഷെങ്കിൽ ഈ തിരുവചനത്തിന് നമ്മുടെ ജീവിതവുമായിട്ട് ഇടപഴകാൻ അല്ലെങ്കിൽ ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നമ്മൾ എത്രമാത്രം അലൗ ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അതിനോടുള്ള ബന്ധത്തിൽ ഞാൻ മുഖവരയായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ആദ്യം പ്രാരംഭമായിട്ട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്ന്, നമ്മൾ മനസ്സിലാക്കേണ്ടത് പഴയ നിയമം പുതിയ നിയമം, നമ്മളതിനെക്കുറിച്ച് കുറേ കാലങ്ങളായിട്ട് സംസാരിക്കുന്നുണ്ട്. പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം. പഴയ നിയമത്തിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് നമ്മൾ വായിച്ചു. ഗലാത്യ ലേഖനത്തിനകത്തൊക്കെ എഴുതിയിട്ടുണ്ട്. അതായത് വാഗ്ദത്ത സന്തതി ആകുന്ന കർത്താവായ യേശു ക്രിസ്തു വരുവോളം അത് യഹൂദന്മാരെ, ദൈവത്തിൻ്റെ മക്കളെ അതിന് കീഴിൽ അടച്ചു സൂക്ഷിച്ചുവെന്നും അത് കർത്താവിലേക്ക് നടത്തുവാൻ ഒരു സ്കൂൾ ടീച്ചറായിട്ട് ഭവിച്ചുവെന്നും, അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞാൽ ന്യായപ്രമാണത്തിൻ്റെ പരമപ്രധാനമായ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു ചൂണ്ടുപലകയാണ്. അത് ക്രിസ്തുവിലേക്ക് നയിക്കുന്നതാണ്. അല്ലെങ്കിൽ ഞാനതിനെ ഇങ്ങനെ പറയാം, ഈ ന്യായപ്രമാണം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തതിനോടുള്ള ബന്ധത്തിൽ അനേക ആരാധനകളും അല്ലെങ്കിൽ ഉത്സവങ്ങളും യാഗങ്ങളും യാഗനിയമങ്ങളും ഒക്കെയും ദൈവം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ലേവ്യ പുസ്തകവും ഒക്കെ വായിച്ചു നോക്കിയാൽ, പുറപ്പാട് പുസ്തകം, ലേവ്യ പുസ്തകം, ഇതൊക്കെ വായിച്ചു നോക്കി അതിനകത്ത് നമുക്ക് എഴുതാൻ പറ്റും. ആരാധനാക്രമം, ആരാധന രീതി, ആലയത്തിൻ്റെ പണിയോടുള്ള ബന്ധത്തിലുള്ള ആ പുരോഹിതന്മാരുടെ കൂറുകൾ, അല്ലെങ്കിൽ ആരാധന നിയമങ്ങൾ, യാഗങ്ങൾ, യാഗനിയമങ്ങൾ, ഉത്സവങ്ങൾ, ഇങ്ങനെയുള്ളതെല്ലാം കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം മുന്നോട്ട് വിരൽ ചൂണ്ടി കർത്താവായ യേശുവിനെ കുറിച്ച് സംസാരിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അവർക്ക് ടെമ്പററി ആയിട്ടുള്ള ഫിക്സും കൊടുക്കുന്നുണ്ട്. അതായത് ഈ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ അന്നത്തെ ആണ്ടിലേക്കുള്ള പാപങ്ങളുടെ എല്ലാം പരിഹാരത്തിനായിട്ടൊരു യാഗം അർപ്പിച്ച് അവിടെ പോകുന്നതും ജനത്തെ അനുഗ്രഹിക്കുന്നതും ഒക്കെ ഒരു ടെമ്പററി ഫിക്സും ഉണ്ട്. അപ്പോൾ താൽക്കാലികമായ ഒരു ഫിക്സും ഉണ്ട്, അല്ലെങ്കിൽ ഒരു മെയിൻ്റനൻസ് പാച്ച് എന്നൊക്കെ ഞാൻ പറയാം. അതും ഉണ്ട്. അറ്റ് ദ സെയിം ടൈം നമ്മുടെ സ്ഥിരമായ ഒരു ഫിക്സിലേക്ക് നയിക്കുന്നത്. അതായത് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഈ വളരെ ഹൈ ഫീവറായിട്ട് പനിയുമായിട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആ പനി താഴ്ത്താനായിട്ടുള്ള ഒരു ടെമ്പററി ഫിക്സ് ടൈൽനോൾ നമ്മൾ കൊടുക്കും. ടൈൽനോൾ കൊടുത്ത് അല്ലെങ്കിൽ പാരസെറ്റമോൾ കൊടുത്ത് ഈ ടെമ്പററി ആയിട്ട് ആ പനിയെ താത്തുക. അത് കഴിഞ്ഞിട്ട് അടുത്ത നമ്മൾ പിന്നെ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പനി വരാനുള്ള കാരണം എന്തുവാ, അത് ഇൻഫെക്ഷനാണോ അല്ലെങ്കിൽ എന്തോ ആണ്, അത് പിന്നെ അതിനെ ചികിത്സിക്കുക ചെയ്യുന്നത്, അത് ആ റൂട്ടിലേക്ക് പോവുക ചെയ്യുന്നത്, അല്ലേ എന്ന് പറയുന്നത് പോലെ തന്നെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ അനേക വിഷയങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ, ആ വിഷയങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് അതിൻ്റെ റൂട്ടിൽ പോയിട്ട് ചികിത്സിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ രോഗി മരിച്ചു പോകും. പക്ഷെ അതിന് മുമ്പ് തൽക്കാലമായിട്ടൊരു ഫിക്സ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ടെമ്പററി സീസ് ഫയർ, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ മേഖലയിലും അപ്ലൈ ചെയ്യാം. ഈ രോഗത്തോടുള്ള ബന്ധത്തിൽ മാത്രമല്ല, എല്ലാ മേഖലയിലും അപ്ലൈ ചെയ്യാം. അതായത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ, ഉദാഹരണം ഇസ്രായേലും അറബ് രാജ്യങ്ങളും അവർ തമ്മിൽ നിരന്തരമായിട്ട് അവർ തമ്മിൽ പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. അപ്പോഴത്തേനുമാണ് വേറൊരു കൂട്ടർ വന്നിച്ച് ഒരു പീസ് ട്രീറ്റ്, ഒരു താൽക്കാലികമായ വെടിനിർത്തൽ പ്രഖ്യാപിക്കും. എന്തിനായി വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നത്? ശാശ്വതമായ ഒരു പരിഹാരത്തിന് വകയുണ്ടോ എന്ന് പരിശോധിക്കാനും. അപ്പോൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ശാശ്വത പരിഹാരത്തെക്കുറിച്ച് ചിന്തിക്കാൻ ആർക്കും സമയമില്ല. അതുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും പൂർണ്ണമായിട്ട് ഫിക്സ് ചെയ്യപ്പെട്ടിട്ടില്ല, പക്ഷെ തൽക്കാലത്തേക്കൊന്ന് വെടിയൊക്കെ ഒന്ന് നിർത്തി, യുദ്ധമൊക്കെ നിർത്തിയിട്ടൊന്ന് അടങ്ങുക, നമുക്കൊന്ന് സ്വസ്ഥമായിട്ട് ഈ വിഷയത്തെ ഒന്ന് കൈകാര്യം ചെയ്യാം, ഇതിൻ്റെ റൂട്ടിലേക്ക് ഇറങ്ങിച്ചല്ല. ഇതാണ് പലപ്പോഴും പീസ് ട്രീറ്റുകളുടെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പക്ഷേ ലോകത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
ഈ പാച്ച് ഒട്ടിച്ച് അടുത്ത പാച്ച് ഒട്ടിച്ചിട്ട് ഓരോ പ്രസിഡന്റുമാർ വരുമ്പോഴും ഓരോ ഭരണങ്ങൾ മാറുമ്പോഴും അവരെല്ലാവരും ഒരു പുതിയ പീസ് ട്രീറ്റി ഉണ്ടാക്കി ഇങ്ങനെ താൽക്കാലിക പാച്ച് നടത്തി മുന്നോട്ട് പോവാണ്. പക്ഷേ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുവാൻ റൂട്ട് കോസിലേക്ക് ഇറങ്ങി പരിശോധിക്കാൻ ആരും തയ്യാറാകുന്നില്ല. ഓക്കെ, അത് ഞാനവിടെ നിർത്തുന്നു. ഇനിയിപ്പം എനിവേ നമ്മളിവിടെ ഇരുന്നുകൊണ്ട് മുറിക്കാത്തിരുന്ന് ഇസ്രായേലിൻ്റെയും പാലസ്തീൻ്റെയും കോൺഫ്ലിക്റ്റ് ഒന്നും ഫിക്സ് ചെയ്യാൻ ഇപ്പോൾ പോകുന്നില്ല. നമുക്ക് തൽക്കാലം നമ്മുടെ ജീവിതത്തിലെ കോൺഫ്ലിക്റ്റുകളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ച് വരാം. നമ്മുടെ കുടുംബങ്ങളിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകാറുണ്ട്. കുടുംബത്തിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സമയത്തും അടി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ സമാധാനം, ഇത് പണ്ട് നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ, ഇന്ന് വെട്ടാൻ പോകുന്ന പോത്തിനോട് വേദം ഓതരുതെന്ന് പറയുന്നൊരു ഇതുണ്ടല്ലോ. അടി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ശാശ്വതമായ പരിഹാരത്തിനുള്ള ഒരു അവസരം വളരെ കുറവാണ്. അതുകൊണ്ട് താൽക്കാലികമായൊരു വിടുനിർത്തലാണ് അവിടെ ആവശ്യം. താൽക്കാലികമായിട്ട് ഒന്ന് ഹോൾഡ് ഓൺ ചെയ്യും, സ്റ്റോപ്പ് ഫോർ എ മൊമെൻറ്റ്, അങ്ങോട്ടുള്ള അടി തൽക്കാലത്തേക്കൊന്ന് നിർത്തുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ശാശ്വതമായ പരിഹാരത്തിനേക്ക് സ്വസ്ഥതയിലൊന്ന് ചർച്ച ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കുക. എന്ന് പറഞ്ഞതുപോലെ ഉണ്ടല്ലോ, ഈ ന്യായപ്രമാണം എല്ലാം താൽക്കാലികമായ ഫിക്സിങ് എല്ലാം താൽക്കാലികമായിരുന്നു, ടെമ്പററി ആയിരുന്നു. പക്ഷെങ്കിൽ അത് ആ താൽക്കാലിക ഫിക്സിങ്ങിനകത്ത് ശാശ്വതമായൊരു പരിഹാരത്തിലേക്ക് നയിക്കുന്ന ഒരു ഘടകം ഉണ്ടായിരുന്നു, കർത്താവായ യേശുവിലേക്ക് നയിക്കുന്ന ഒരു ഘടകം. ഓക്കെ, ഞാൻ അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇന്ന് ഞാൻ അതിന് അടിസ്ഥാനമായിട്ട് ഒരു വേദഭാഗം വായിക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ്. അത് കൊളോസ്യ ലേഖനത്തിനകത്ത് എഴുതിയിരിക്കുന്ന 1-2 വാക്യങ്ങളാണ്. കൊളോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ്. കൊളോസ്യർ 2:6, ആകയാൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനും ഒത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പീൻ. എന്നിട്ട് 8-ാം വാക്യം, തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്തവണ്ണം ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾക്കൊത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിനൊത്തവണ്ണമുള്ളതല്ല. 9-ാം വാക്യം, അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. 10-ാം വാക്യം, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. ഞാൻ അതേ ഭാഗം തന്നെ ഇംഗ്ലീഷിലൊന്ന് വായിക്കാം. As ye have therefore received Christ Jesus the Lord, so walk ye in him, rooted and built up in him, and established in the faith as you have been taught, abounding therein with thanksgiving. Beware, let any man spoil you through philosophy and vain deceit, after the tradition of men, after the rudiments of the world, and not after Christ. Verse 9, for in him dwell all the fullness of Godhead bodily. And 10, and ye are complete in him which is the head of all principality and power. ഇത് വളരെ 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 സ്ട്രോങ് ആയിട്ടുള്ള ശക്തമായ ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ചില വാക്യങ്ങളാണ്. ഞാൻ ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇനി വാക്യത്തിലേക്ക് വരാം. നമ്മളിപ്പോൾ ഞാൻ സാറിന് അധികം കുടുംബജീവിതത്തെക്കുറിച്ചൊന്നും അങ്ങനെ ക്ലാസ്സോ അങ്ങനെയൊന്നും എടുക്കാറില്ല. പക്ഷെ കുടുംബജീവിതം എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിലേക്ക് തന്നെ ഞാനൊന്ന് എടുക്കുകയാണ്. ഈ കുടുംബജീവിതത്തിലേക്ക് ഒരു ഭാര്യയും ഭർത്താവും പ്രവേശിക്കുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ചില ഘടകങ്ങൾ. ഒന്ന്, ഈ ഭർത്താവും ഭാര്യയും ഒരു പുരുഷനും ഒരു സ്ത്രീയും വ്യത്യസ്തമായ ഘടകങ്ങളിലും വ്യത്യസ്തമായ ജീവിത രീതികളിലും വ്യത്യസ്തരായ മാതാപിതാക്കളാലും ജനിച്ച് വളർത്തപ്പെട്ടവരാണ്. അവർ വളർന്നു വന്ന രീതി, സാഹചര്യം, അവസ്ഥ എല്ലാം ഡിഫറൻ്റാണ്. അങ്ങനെയുള്ള 2 പേരാണ് കല്യാണം കഴിക്കുന്നത്. ഈ 2 പേര് കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് മുന്നോട്ട് വരുന്നതായിട്ടുള്ള സമയത്തുണ്ടല്ലോ, ഈ ഭർത്താവിനെ എടുക്കുക. ആദ്യം ഭർത്താവിനെ ഞാൻ എടുക്കുക. ഭർത്താവിനെ ഞാൻ എടുക്കുമ്പം അദ്ദേഹം കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ പിതാവ് എങ്ങനെയായിരുന്നു, തൻ്റെ മാതാവ് എങ്ങനെയായിരുന്നു, തൻ്റെ പിതാവിനെ മാതാവ് എങ്ങനെ ട്രീറ്റ് ചെയ്തു, പിതാവും മാതാവും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു, പിന്നെ അവരുടെ ചുറ്റുപാടുകളിലും അവരെ ഇൻഫ്ലുവൻസ് ചെയ്ത വ്യക്തികളുടെ കുടുംബങ്ങളുടെ ഒക്കെ ജീവിത രീതി, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഭർത്താവ് വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഒരു പുരുഷൻ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ പുരുഷൻ്റെ ആദ്യത്തെ നടപടി എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെല്ലാം തൻ്റെ കുടുംബജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ഒരു വ്യഗ്രതയായിരിക്കും താൻ കാണുന്നത്. എൻ്റെ അപ്പൻ ചെയ്തതുപോലെ, ഞാൻ കണ്ടതുപോലെ, ഞാൻ പഠിച്ചതുപോലെ, ഞാൻ മനസ്സിലാക്കിയതുപോലെ, ഞാൻ ഗ്രഹിച്ചതുപോലെ, ഞാനിത് എല്ലാവരും അങ്ങനെയാണെന്ന് പറയല്ല, ഒരു പൊതുവേ ഉള്ളൊരു തത്വമാണ് ഇവിടെ സംസാരിക്കുന്നത്.
അപ്പം അത് താൻ വിവാഹം കഴിച്ച സ്ത്രീയിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുവാൻ അത് ചെയ്യുവാനായിട്ടാണ് ആ പുരുഷനെ സംബന്ധിച്ചോളം അതിനകത്തൊരു തെറ്റും കാണാത്തതിൻ്റെ കാരണം താൻ കണ്ടത്, കേട്ടത്, പഠിച്ചത്, മനസ്സിലാക്കിയത്, ഗ്രഹിച്ചത്, കാലങ്ങൾ കൊണ്ട് തൻ്റെ ഉള്ളത്തിൽ രൂപപ്പെട്ടതുമായിരിക്കുന്ന താൻ മനസ്സിലാക്കിയിരിക്കുന്ന തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ഒരു ഫാമിലി ഉണ്ടാക്കിയെടുക്കുവാനായിട്ടാണ് താൻ കടന്നു വരുന്നത്. അപ്പോൾ അതെല്ലാം ഇംപ്ലിമെൻ്റ് ചെയ്യുവാനായിട്ട് നോക്കുമ്പോൾ ഇവിടെ വ്യത്യസ്തരായ മാതാപിതാക്കളാൽ വളർത്തപ്പെട്ട് അത് വേറൊരു രീതി കണ്ട് മനസ്സിലാക്കി പഠിച്ച് ഗ്രഹിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ കടന്നു വരുന്ന ഒരു സ്ത്രീയാണ് ഇവിടെ ഉള്ളത്. ഓട്ടോമാറ്റിക്കായിട്ട് കോൺഫ്ലിക്റ്റിലേക്കാണ് അവിടെ പ്രവേശിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ കേരളത്തിൽ നിന്ന് വന്നവരായതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയതും പഠിച്ചതും ഉള്ളവരായതുകൊണ്ടും സ്ത്രീകൾ പൊതുവെ അഭിപ്രായങ്ങൾ വളരെ, ഇന്നത്തെ സ്ത്രീയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, അന്നത്തെ കാലങ്ങളിലുള്ള സ്ത്രീകൾ പൊതുവെ അഭിപ്രായം പറയാത്തവരായതുകൊണ്ടും അവർ ഭർത്താവ് എന്ത് പറഞ്ഞാലും കണ്ണുടച്ച് കേൾക്കണം, അതുപോലെ അനുസരിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് പഠിച്ചിട്ടുള്ളത് കൊണ്ട് തൻ്റെ ആഗ്രഹങ്ങൾ, തൻ്റെ തത്വങ്ങൾ, തൻ്റെ ഇഷ്ടങ്ങൾ, താനൊക്കെ എന്തൊക്കെ മനസ്സിലാക്കിയോ അതെല്ലാം പലപ്പോഴും അഡ്ജസ്റ്റ് ചെയ്തും കോംപ്രമൈസ് ചെയ്തും സാക്രിഫൈസ് ചെയ്തും സൈലൻറ്റിൽ സഫർ ചെയ്തിട്ടുമാണ് അവർ ഈ തത്വങ്ങളെ അംഗീകരിച്ചങ്ങ് പോകുന്നത്. പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെ സന്തോഷകരമായ കുടുംബജീവിതം. പക്ഷെങ്കിൽ ഈ സന്തോഷകരമായ കുടുംബജീവിതത്തിനകത്ത് പലപ്പോഴും നോക്കുമ്പോൾ അസ്വസ്ഥതകൾ ഇതൊക്കെ ഉണ്ടെങ്കിലും അത് പൊതുവെ സ്ത്രീകളാണ് അടക്കുന്നത്, പുരുഷന്മാർ അടക്കുന്നവരും ഉണ്ട്. ഞാൻ ഒരു ഇത് പറയുമല്ല, ഇവരാണ് കുഴപ്പം എന്ന് പറയുമല്ല, കുഴപ്പം രണ്ട് സൈഡിലും ഉണ്ടാവാം. പക്ഷേ ഇങ്ങനെയുള്ള രണ്ട് കടന്നു വരുന്നത്. അപ്പം ഇനി ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴത്തെ കാലഘട്ടത്തിലേക്ക് വരുമ്പോഴത്തേനും ഉണ്ടല്ലോ, സ്ത്രീക്കും സഹോദരിമാരും അങ്ങനെ കീഴടങ്ങുവാനോ താഴുവാനോ അങ്ങനെ പോകുന്ന ആൾക്കാരല്ലാത്തത് കൊണ്ട് അവരും അവരുടെ പഠിച്ചതും അവരായിരിക്കുന്നത് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് നോക്കും. പുരുഷൻ തൻ്റെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നോക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? അവിടെയാണ് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായി വരുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായി വരുമ്പോഴത്തേനും ഉണ്ടല്ലോ, ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ പുരുഷനെ എടുത്ത് നമ്മൾ സംസാരിച്ച് നോക്കിക്കഴിഞ്ഞാൽ പറയും, ഞാൻ എൻ്റെ പിതാവിൽ നിന്ന് കണ്ടത്, എൻ്റെ മാതാവിൽ നിന്ന് കണ്ടത്, എൻ്റെ കുടുംബത്തിൽ നിന്ന് കണ്ടത്, ഞാൻ മനസ്സിലാക്കിയത്, പഠിച്ചത്, ഇതാണ് ഞാൻ ഗ്രഹിച്ചു വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് തെറ്റ് മനസ്സിലാക്കാൻ കഴിയത്തേയില്ല. കാരണം താൻ വേറൊന്നും കണ്ടിട്ടില്ല. തൻ്റെ ജീവിതത്തിൽ കണ്ടതും മനസ്സിലാക്കിയതും ഗ്രഹിച്ചതും എല്ലാം അതാണ്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതുതന്നെയാണ് സംഭവം. മനസ്സിലാക്കിയത്, ഗ്രഹിച്ചത്, പഠിച്ചത് ഇതെല്ലാമാണ് ഞാൻ. അതിനകത്ത് എനിക്ക് തെറ്റില്ല. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും തെറ്റ് സമ്മതിക്കാൻ കഴിയത്തില്ല. തെറ്റ് സമ്മതിക്കാൻ കഴിയാത്തത് ഈഗോ കൊണ്ട് തെറ്റ് ചെയ്യാൻ കഴിയാത്തത് അത് നമുക്കങ്ങ് വിടാം. അതല്ല, തെറ്റ് സമ്മതിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവർ 100% ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ പൂർണ്ണമായി വിശ്വസിച്ചിരിക്കുന്ന അവരുടെ വിശ്വാസത്തിൻ്റെ ഒരു പ്രമാണത്തിലാണ് അവർ പിടിച്ചു നിൽക്കുന്നത്. അതിനെതിരെ എന്തിന് കടന്നു വരുന്നു എന്ന് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് തെറ്റ് സംഭവിക്കാൻ വരുന്നത്. അതുകൊണ്ടാണ് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, ഇവിടെ ഒരു കാലത്തും ശാശ്വതമായ ഒരു പരിഹാരം ഇതിനുണ്ടാകാനായിട്ട് പോകുന്നേ ഇല്ല. ഞാനൊരു കുടുംബം എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിൽ ഈ സബ്ജക്റ്റിനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് എല്ലാ റിലേഷൻഷിപ്പിനെയും ബാധിക്കുന്ന വിഷയമാണ്. നമുക്കിവിടെ ഈ കോൺഫ്ലിക്റ്റ് ഒരു കാലത്തും ആവുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴുണ്ടല്ലോ, ഒരാളിനെ അടിച്ചമർത്തിയേ പറ്റുള്ളൂ. അടിച്ചമർത്തിയാൽ മാത്രമേ ആ കോൺഫ്ലിക്റ്റ് ഒഴിവാകാനായിട്ട് പറ്റത്തുള്ളൂ. ആരെങ്കിലും ഒരാൾ കീഴടങ്ങണം. സാധാരണഗതിയിൽ സ്ത്രീ കീഴടങ്ങും, ചിലയിടത്ത് പുരുഷന്മാരും കീഴടങ്ങും, എന്തോ ആയിക്കോട്ടെ. പക്ഷെ അതല്ല ഇതിൻ്റെ ശാശ്വതമായ പരിഹാരം എന്നാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം ഇവർക്ക് രണ്ടുപേർക്കും അവരുടേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്, ഒരു ഫിലോസഫിയുണ്ട്. അതവിടെ ഫിലോസഫി എന്നുള്ള വാക്ക് തത്വജ്ഞാനം ഉള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൊളോസി ലേഖനം 2:8 ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഫിലോസഫി എന്നാണ് ഉള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടുപേർക്കും രണ്ടതായിട്ടുള്ള കാഴ്ചപ്പാട്, ചിന്താഗതി, തത്വജ്ഞാനം എന്നൊക്കെ നമ്മൾ വാക്കുകൾ മാറി മാറി ഉപയോഗിക്കലും അർത്ഥം ഒന്ന് തന്നെയാണ് ഏകദേശം. അപ്പോൾ ഈ കാഴ്ചപ്പാടുകളിൽ നിന്ന് ആരാദ്യം കീഴടങ്ങും എന്നുള്ളതാണ് ഇവിടുത്തെ ഫൈറ്റ് മൊത്തം.
അത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് പറയുന്നത് ഞാൻ പറയുന്നത് ശരി, ഭാര്യ പറയുന്നു ഞാൻ പറയുന്നത് ശരി. ഇവർ രണ്ടുപേരും അവരവരുടെ ശരികളിൽ ഒത്തു നിൽക്കുമ്പോൾ ആരെങ്കിലും ഒരാളിനെ അടിച്ചമർത്തിയേ പറ്റുള്ളൂ. അല്ലാതെ ഈ രണ്ട് ശരിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. അതാണ് പൊതുവെ കുടുംബജീവിതങ്ങൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കും, ഈ കാലഘട്ടത്തിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ആരോടും വലിയ ഒബ്ലിഗേഷനും അക്കൗണ്ടബിലിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ട് രണ്ടുപേരും രണ്ട് വഴിക്ക് പോകും. കാരണം എന്നിട്ട് പറയും ഞങ്ങൾ പൊരുത്തപ്പെട്ടു പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരവസ്ഥയുണ്ട്. പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ എന്തോ ആണ്, ഞാൻ പറഞ്ഞല്ലോ, ടെമ്പററി ഫിക്സ് എന്ന് പറയുന്നത് തൽക്കാലത്തേക്ക്. അതിന് കൗൺസിലിങ്ങിന് ആൾക്കാർ പോകാറുണ്ട്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കണമെന്ന് പറയും, അങ്ങനെയൊക്കെ പറയും, ആൾക്കാരൊക്കെ ഇടപെടും. അപ്പോഴത്തേക്ക് ഒരാഴ്ചത്തേക്ക് ഒരു സമാധാനമൊക്കെ ഉണ്ടാകും. പക്ഷേ റൂട്ട് ഇഷ്യൂ മാറ്റപ്പെടുന്നില്ല. പക്ഷേ ഈ റൂട്ട് ഇഷ്യൂ മാറ്റപ്പെടാതിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് ഇഷ്യൂവിനെ കുറിച്ചുള്ള രണ്ടുപേരുടെ അണ്ടർസ്റ്റാൻഡിങ് ഡിഫറൻ്റ് ആണ്. അതായത് ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം റൂട്ട് ഇഷ്യൂ ഭാര്യയാണ്, ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ റൂട്ട് ഇഷ്യൂ എന്ന് പറയുന്നത് ഭർത്താവാണ്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുകയാണ്. ഇതാണ് സംഭവിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ റൂട്ട് ഇഷ്യൂ ഇതൊന്നുമല്ല. റൂട്ട് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും 99% രണ്ടുപേരുടെയും ഫിലോസഫിയിൽ ഫ്ലോസ് ഉണ്ട്, കുഴപ്പങ്ങളുണ്ട്. കാരണം അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ദൈവത്തിൻ്റെ വചനത്തിന് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ എന്തുമാത്രം ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് നമ്മൾ പരിശോധിക്കേണ്ട ആവശ്യം. നമ്മൾ ദൈവത്തിൻ്റെ എൻ്റെത് ബിബ്ലിക്കൽ കാഴ്ചപ്പാടാണെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ. ദൈവത്തിൻ്റെ വചനത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടമുണ്ടോ, ദൈവത്തിൻ്റെ വചനമാണോ എൻ്റെ ജീവിതത്തിൻ്റെ ഫൗണ്ടേഷൻ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട ആവശ്യമുണ്ട്. അതാണ് ഇവിടെ കൊളോസ്യ ലേഖനം അഡ്രസ്സ് ചെയ്യുന്നത്. ആകയാൽ നിങ്ങൾ കർത്താവായ യേശുവിനെ കൈക്കൊണ്ടതുപോലെ. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ ഐ റിസീവ് എന്ന് പറയുന്നതല്ല കൈക്കൊള്ളൽ. കൈക്കൊള്ളൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കർത്താവായ യേശുക്രിസ്തു എന്തിനായി നിലകൊള്ളുന്നുവോ, കർത്താവായ യേശുക്രിസ്തു എന്തിനെ വെളിപ്പെടുത്തി തരുന്നുവോ അതിനെ കൈക്കൊള്ളുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടിനെ തന്നെ മാറ്റുന്ന ഒരു ഘടകമാണ് ക്രിസ്തുവിനെ കൈക്കൊള്ളുക എന്ന് പറയുന്നത്. ഞാൻ വേറൊരാളിനെ കൈക്കൊള്ളുക എന്ന് പറയുമ്പോൾ, അദ്ദേഹത്തെ റിസീവ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേനും ഉണ്ടല്ലോ, എൻ്റെ ആറ്റിറ്റ്യൂഡിനെ മാറ്റി വെച്ചിട്ട്, എന്നിട്ട് കൈക്കൊള്ളുക മാത്രമല്ല അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പിൻ, ഫെലോഷിപ്പിൽ നടപ്പിൻ എന്ന് പറയുമ്പോഴത്തേനും ഉണ്ടല്ലോ, വാക്ക് ഇൻ ഹിം എന്ന് പറയുമ്പോൾ ഇത് റിസീവ് ചെയ്യുക മാത്രമല്ല, എൻ്റെ ജീവിതം, വാക്ക് എന്ന് പറയുമ്പോൾ ലൈഫിനെയാണ് കാണിക്കുന്നത്, ജീവിതം ആ മേഖലയിലേക്ക് മാറുക. അപ്പം കർത്താവായ യേശുക്രിസ്തുവാകുന്ന ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തെ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക മാത്രമല്ല, അതെൻ്റെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയെ നയിക്കുന്ന ഘടകമായിട്ട് തീരുന്നു. അപ്പോൾ ജീവിതയാത്ര എന്ന് പറയുമ്പോൾ എൻ്റെ ഇടപാടുകൾ, എൻ്റെ കാഴ്ചപ്പാടുകൾ, എൻ്റെ ചിന്താരീതികൾ എല്ലാത്തെയും ദൈവവചനം ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു മേഖലയായിട്ട് മാറുന്നു. അവിടെ ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ. അതായത് നമുക്ക് രണ്ട് ഫിലോസഫി ജീവിക്കാൻ പറ്റത്തില്ല. അതിനെ സ്കിറ്റ്സോഫ്രീനിക് എന്ന് പറയും. അതുകൊണ്ടാണ് ചില സമയത്ത് നല്ല രീതിയിലും ചില സമയത്ത്, അത് റോമാലേഖനം 7-ാം അധ്യായം, ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല, അവിടെ വ്യക്തമായിട്ട് പ്രതിപാദിപ്പിച്ചിരിക്കുന്നത്. അതായത് ന്യായപ്രമാണം നല്ലതാണ്, ദൈവത്തിൻ്റെ വചനം നല്ലതാണ്, അതനുസരിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ ഉള്ളിൽ കാലങ്ങളായി കടക്കുന്ന ഫിലോസഫി ഇങ്ങനെ നുരഞ്ഞു പൊക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ പിതാവിൻ്റെ രീതി, എൻ്റെ മാതാവിൻ്റെ രീതി, എൻ്റെ ചേട്ടന്മാരുടെ രീതി, എൻ്റെ അങ്കിൾമാരുടെ രീതി, എൻ്റെ കുടുംബത്തിൻ്റെ രീതി, ഞാൻ ഏത് കുടുംബക്കാരനാണെന്നറിയാമോ, അത് പുരുഷൻ അങ്ങനെ, സ്ത്രീയും അങ്ങനെ തന്നെ, എൻ്റെ അപ്പച്ചൻ കാണിച്ചത്, എന്നെ പഠിപ്പിച്ചത്, എൻ്റെ രീതി, അവർ ചെയ്തത്, ഈ ഫിലോസഫി ഇങ്ങനെ നുരഞ്ഞു പോകുമ്പോൾ പുതിയൊരു ഫിലോസഫിക്ക് അവിടെ ഇടമില്ല. ക്രിസ്തുയേശുവിനെ അവിടെ കൈക്കൊള്ളാനായിട്ട്, അവിടെ ഉള്ളിൽ കൊടുക്കുവാനായിട്ട് ഇടമില്ല. എന്നിട്ട് പറയുവാണ്, ഇത് കൈക്കൊള്ളുക, അതിൽ നടക്കുക എന്ന് പറയുമ്പോൾ ഒരു ദിവസം കൊണ്ട് നടക്കുന്ന ഒരു സംഭവം അല്ലെന്നുള്ളതാണ് അടുത്ത് എഴുതിയിരിക്കുന്നത്. അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്ന ഇതിനും ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പിൻ എന്ന് പറയുമ്പോൾ, വേരൂന്നുക എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് വലിച്ചെടുക്കുക. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ തത്വങ്ങളെ വലിച്ചെടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജീവിതത്തിൻ്റെ ഫൗണ്ടേഷനെ വലിച്ചെടുക്കുക. എൻ്റെ തീരുമാനങ്ങളെ ബാധിക്കുന്ന ഘടകങ്ങൾ ദൈവത്തിൻ്റെ വചനമായിട്ട് തീരുക. അല്ലാതെ എൻ്റെ കുടുംബത്തിൻ്റെ പാരമ്പര്യമല്ല, ഞാൻ കണ്ടു വളർന്ന പാരമ്പര്യമല്ല, മലയാളിയുടെ പാരമ്പര്യമല്ല, അല്ലെങ്കിൽ ഇന്ത്യക്കാരൻ്റെ പാരമ്പര്യമല്ല, അമേരിക്കക്കാരൻ്റെ പാരമ്പര്യമല്ല, യൂറോപ്യൻ്റെ പാരമ്പര്യമല്ല, ആഫ്രിക്കക്കാരൻ്റെ അല്ല, അറബിയുടെ അല്ല, ഇവരുടെ ഒന്നും പാരമ്പര്യമല്ല. ദൈവവചനത്തിൽ നിന്ന് ഞാൻ വലിച്ചെടുത്തതായിരിക്കുന്ന ഒരു പാരമ്പര്യം, ഒരു തത്വം, ഒരു ജ്ഞാനം, ഒരു വിവേകം, ഒരു അറിവ്,
ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു അടിസ്ഥാനം, ഇതിലേക്ക് വരിക എന്നുള്ളതാണ്. അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവനിൽ വേരൂന്നിയും അവനിൽ നിന്ന് വേരൂന്നിയിട്ട് വലിച്ചെടുത്ത് ആത്മീക വർധന പ്രാപിച്ച്, അതാണ് നമ്മുടെ ഉള്ളിലേക്ക് വർദ്ധിച്ചു വരേണ്ടത്. വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതുമായൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചു. അതായത് പലതും കാണുന്നില്ല. ശരിയാ, ഇതൊക്കെ പറഞ്ഞു കർത്താവ് ഭയങ്കര കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷെ കാണുന്നില്ല. അവിടെ ആ ഫെയ്ത്ത് എന്ന് പറയണം, വിശ്വാസത്തിൽ ഉറച്ചു. എൻ്റെ യേശു പറഞ്ഞ അണ്ടർസ്റ്റാൻഡിങ്, ഞാൻ ഈ പറഞ്ഞല്ലോ, ഈ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, ഒരു കൊച്ചു കുഞ്ഞിനോട് നമ്മൾ ഒരു കൊച്ചു കുഞ്ഞിനോട് ചോദിക്കുക, നിനക്ക് എന്താകണം എന്ന് ചോദിക്കുമ്പോഴത്തേനുണ്ടല്ലോ, മിക്കവാറും കുഞ്ഞ് പറയാൻ അറിയാം, അവരൊത്തിരി ചിന്തിക്കുന്നില്ല, അവരെ ആരും ഒന്നും പറഞ്ഞ് പഠിപ്പിച്ചിരുന്നില്ല. അവർ പലതും കണ്ടിട്ടുണ്ടായിരിക്കും. എൻ്റെ അടുത്തില്ല, എനിക്ക് രാജ്യത്തിന് അമേരിക്കൻ പ്രസിഡൻ്റ് ആകണം, എനിക്ക് ബഹിരാകാശ സഞ്ചാരി ആകണം, എനിക്ക് വലിയ ചന്ദ്രനിൽ പോകണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പറയാറുണ്ട്. അത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ ആൾക്കാർ അവനെ പറഞ്ഞ് സാഹചര്യങ്ങളും എല്ലാം കൂടെ അവനെ മോൾഡ് ചെയ്തിട്ട് അവൻ മിക്കവാറും എന്തെങ്കിലുമൊക്കെ ആയി എങ്ങനെയെങ്കിലും ഒന്ന് തട്ടിയും മുട്ടിയും രക്ഷപ്പെട്ടു പോയാൽ മതി എന്നുള്ള അവസ്ഥയിലേക്ക് എത്തും. എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ഈ കാലാകാലങ്ങൾ കൊണ്ട് അനേക ആൾക്കാരിൽ നിന്ന് കണ്ടതും, നമ്മുടെ കുടുംബത്തിൽ നിന്ന് കണ്ടത്, മാതാപിതാക്കളിൽ നിന്ന് കണ്ടത്, ചുറ്റുപാടുകളിൽ നിന്ന് കണ്ടതൊക്കെ അല്പമായി അതിൽ വേരൂന്നി അല്പമായി അതിൽ നിന്ന് വലിച്ചെടുത്തതിൻ്റെ ആകത്തുകയാണ് ഞാനെന്ന് പറഞ്ഞ വ്യക്തി. ഇന്ന് മനസ്സിലാവും, ഒരു ദിവസം കൊണ്ട് മോൾഡ് ചെയ്യപ്പെട്ടവനല്ല. എന്നെ മാറ്റി ക്രിസ്തുവിൽ വേരൂന്നി പുതിയ സൃഷ്ടിയാക്കി എന്ന് പറയുമ്പോൾ, പഴയത് കഴിഞ്ഞു പോയി എന്ന് പറയുമ്പോൾ, പഴയതിനെ വിടാൻ തയ്യാറാകാത്തവന് പുതിയതാകാൻ കഴിയുകയില്ല. ഞാൻ പിടിച്ചിരിക്കുന്ന കൊമ്പിന് 3 കൊമ്പെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളിന് യഥാർത്ഥ മുയലിനെ മനസ്സിലാക്കാനോ ഗ്രഹിക്കാനോ കഴിയുകയില്ല. എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ അതിനെ രാഗമോഹങ്ങളോടെ ക്രൂശിച്ചു, ഞാൻ മരിച്ചു, ഞാനല്ല ക്രിസ്തു അത്രേ എന്ന് പറയുമ്പോൾ അതിനെ മനഃപൂർവ്വമായിട്ട്, അതിനകത്ത് ശരിയുണ്ടാകാം, തെറ്റുണ്ടാകാം. കഴിഞ്ഞ കാലങ്ങളിൽ നാം പിടിച്ചു വെച്ചിരുന്ന തത്വജ്ഞാനത്തിൽ ശരിയുണ്ടാകാം, തെറ്റുണ്ടാകാം. പക്ഷെങ്കിൽ അതിനകത്തെ ശരിയെടുത്തിട്ട് തെറ്റിനെ കളയാൻ, അതിനെ മുഴുവനായിട്ട് എടുത്ത് കളഞ്ഞിട്ട് ക്രിസ്തുവിൽ ഒരു പുതിയ അടിസ്ഥാനമിട്ട ഒരു തത്വത്തെ, ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അതാണ് ഇപ്പോൾ ജനിച്ച ശിശുവിനെ പോലെ. നമ്മൾ വീണ്ടും ശിശുവാകുക എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ജനിച്ച ശിശുവിനെ പോലെ വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കാൻ, അതായത് പണ്ട് കുടിച്ച, ഞാൻ ഫിസിക്കൽ പാലിനെ കുറിച്ചല്ല പറയുന്നത്, പണ്ട് കുടിച്ച പാലെന്ന് പറയുന്നതുണ്ടല്ലോ, നമ്മൾ ചുറ്റുപാടുകളിൽ നിന്ന് കണ്ട പാല, അതിൻ്റെ അടിസ്ഥാനത്തിൽ വളർന്നു വന്നവരാണ് നമ്മൾ. അത് വിട്ടിട്ട് ക്രിസ്തുവിൻ്റെ, ദൈവത്തിൻ്റെ വചനമാകുന്ന പാല് കുടിച്ചു ക്രിസ്തു എന്ന തലയോളം വളരുവാൻ, അതായത് ആ ഫുൾ ബോഡിയിലേക്ക് വളരുവാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളുടെ അടിസ്ഥാനം. അതായത് അങ്ങനെ വരുമ്പോൾ ഉണ്ടല്ലോ, ഭർത്താവിൻ്റെ തത്വചിന്ത, ആ ഫൗണ്ടേഷൻ, കാഴ്ചപ്പാട് ക്രിസ്തുവിൽ നിന്ന് ലഭിച്ചതും ഭാര്യയുടേതും ക്രിസ്തുവിൽ നിന്ന് ലഭിച്ചതുമായി കഴിയുമ്പോൾ അവിടെ കോൺഫ്ലിക്റ്റുകൾക്ക് വളരെ കുറവാണ്. കാരണം രണ്ടും ഏകദേശം സെയിം തന്നെയാണ്. കാരണം രണ്ടുപേരും ഒരേ ക്രിസ്തുവിനെയാണ് കാണുന്നത്, ഒരേ യേശുവിനെ കാണുന്നത്, ഒരേ വചനമാണ് പഠിക്കുന്നത്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ അപ്പച്ചൻ, ഇപ്പുറത്തും എൻ്റെ അപ്പച്ചൻ, ഇപ്പുറത്തും എൻ്റെ അമ്മച്ചി, ഇപ്പുറത്തും എൻ്റെ അമ്മച്ചി, ഇത് എൻ്റെ കുടുംബം, ഇപ്പുറത്തും എൻ്റെ കുടുംബം, ഞാൻ വളർന്ന നാട്, ഞാൻ ഇന്ന നാട്ടുകാരൻ, ആ നാട്ടുകാർക്ക് പ്രത്യേകതയുണ്ട്, ഈ നാട്ടുകാർക്ക് പ്രത്യേകതയുണ്ട്, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഈ നാടും വീടും ചാർച്ചക്കാരെയും ബന്ധുമിത്രാദികളെയും എല്ലാം വിട്ടിട്ട് ക്രിസ്തുവിനോട്, അത് അബ്രഹാമിനോട് പറഞ്ഞതിൻ്റെ അത് പുതിയൊരു ദേശത്തെ ഉണ്ടാക്കാൻ പോവാം. അത് വിട്ടിട്ടും അബ്രഹാം വന്നില്ലെങ്കിലുണ്ടല്ലോ, ഉണ്ടാകാൻ പോകുന്ന ഈ ഹെബ്രായ ജാതി എന്ന് പറയുന്നത് മറ്റേൻ്റെ എക്സ്റ്റൻഷൻ പോലെ ഇരിക്കും. ഏതാ? ഈ മൊസപ്പൊത്തോമിയൻ സംസ്കാരത്തിൻ്റെ എക്സ്റ്റൻഷൻ പോലെ ഇരിക്കും. അങ്ങനെ എക്സ്റ്റൻഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം പറഞ്ഞത്, നിൻ്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും എല്ലാത്തിനെയും വിട്ടിട്ട് ഞാൻ കാണിപ്പാനിരിക്കും ദേശത്തേക്ക് പോയിട്ട് അവിടുന്ന് പുതിയ റീസ്റ്റാർട്ട് ചെയ്യുക. ഒരു ഒറ്റ ദിവസം കൊണ്ടൊരു ജാതി, അതായത് പുതിയ ഏറ്റവും ഈ ലോകത്തിലുണ്ടായതിലേക്ക് വെച്ച് ഏറ്റവും ന്യൂ രാഷ്ട്രമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ബാക്കി എല്ലാ പരമ്പരകൾക്കും എല്ലാം ഒരുപാട് പാരമ്പര്യങ്ങളുണ്ട്. പക്ഷേ ഇസ്രായേലാണ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു രാജ്യമെന്ന് പറയുന്നത്. ഓക്കെ, അത് എല്ലാം വിട്ടിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു രാജ്യം. അപ്പോൾ ഇന്ന് പറയുന്നത് പോലെ പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ എക്സിസ്റ്റ് ചെയ്യാത്ത ഒരു പുതിയൊരു ദൈവരാജ്യം അല്ലെങ്കിൽ ഒരു പുതിയ സൃഷ്ടി, ഇതാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് ആദ്യം വചനമെന്ന മായമില്ലാത്ത പാലായിരിക്കണം അതിൻ്റെ ഫൗണ്ടേഷൻ. എന്നിട്ടാണ് അതിൽ നിന്ന് മുന്നോട്ട് മാംസം കഴിച്ചുമൊക്കെ വളരുകയൊക്കെ ചെയ്യുന്ന ഒരു അനുഭവം. അത് അവിടെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്,
തത്വജ്ഞാനം 8-ാം വാക്യം, തത്വജ്ഞാനം വെറും വഞ്ചന കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനും ഒത്തവണ്ണം, ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾക്ക് ഒത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണമുള്ളതല്ല. അത് മനുഷ്യരുടെ സമ്പ്രദായങ്ങളാണ്. അതാണ് നമ്മൾ പഠിച്ചത് പലതും. അതിന് ക്രിസ്ത്യാനിറ്റിയുടെ കൂട്ടൊക്കെ പറഞ്ഞു, അതായത് നല്ലൊരു ശതമാനം ആൾക്കാരും പേര് ക്രിസ്ത്യാനി എന്നൊക്കെ പേര് പറഞ്ഞുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ കാണിച്ചു കൂട്ടുന്നത്. അവരുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ക്രിസ്ത്യൻ ദൈവത്തിൻ്റെ വചനമല്ല. ഞാനിപ്പം മറ്റുള്ളവരെ പറയുമ്പം എന്നെയും കൂടെ ചേർത്തുണ്ടായി പറയുന്നത്. എൻ്റെ എല്ലാത്തിൻ്റെയും ഫൗണ്ടേഷൻ ദൈവത്തിൻ്റെ വചനമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. ഞാൻ കാലാകാലങ്ങളിൽ ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്ന കുറേ തത്വങ്ങളും സമ്പ്രദായങ്ങളും ഒക്കെ ഉണ്ട്. അതെല്ലാം ഇടിച്ച് കളഞ്ഞിട്ട് ഇടിപ്പാൻ, പൊളിപ്പാൻ, നശിപ്പിക്കാൻ, നിർമൂലമാക്കുവാൻ, അത് കഴിഞ്ഞിട്ട് നടുവാൻ, പണിയുവാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം മൊത്തം കളഞ്ഞിട്ട് പുതിയൊരു പണിയായത്. അതുകൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിക്കാനായിട്ട് സൂക്ഷിപ്പിൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്തവണ്ണമാണ്, ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾക്കൊത്തവണ്ണമാണ്, അതായത് ക്രിസ്തുവിനൊത്തവണ്ണമുള്ളതല്ല. എന്നിട്ട് പറയുകയാണ്, അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. ആ ക്രിസ്തുവിൽ നിന്ന് വലിച്ചെടുത്ത, ക്രിസ്തുവിൽ നിന്ന് ലഭിച്ചതായിരിക്കുന്ന ഒരു ഫൗണ്ടേഷൻ്റെ അടിസ്ഥാനത്തിൽ പണിതെടുക്കപ്പെടുന്ന ഒരു ജീവിതത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ 2 പേരെ ഞാൻ ഉദാഹരണമായിട്ട് എടുത്തത് ഒരു കുടുംബജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞാനിത് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇതെല്ലാ ബന്ധങ്ങളെയും എല്ലാ മേഖലകളെയും ബാധിക്കുന്നതാണെന്ന് പറഞ്ഞപ്പോൾ, ഇത് ഒരു ഭർത്താവ് ഒരു ഭാര്യ, ഇവർ 2 പേരെ എടുക്കുമ്പം ഈ ഭർത്താവ് അപ്പനെയും അമ്മയും വിട്ട് തൻ്റെ ഭാര്യയോട് പറ്റിച്ചേരുമെന്ന് പറയുമ്പോഴത്തേനും ഉണ്ടല്ലോ, അതായത് അവരെ ഉപേക്ഷിച്ചെന്നല്ല അതിൻ്റെ മീനിങ്. അപ്പനെ അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇനി അവരെ തിരിഞ്ഞു നോക്കി, അതല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. അവർക്കൊന്നും ചെയ്യരുതെന്നോ അവരെ സഹായിക്കല്ലെന്നോ എന്നല്ല അവിടെ എഴുതിയിരിക്കുക. വിട്ടെന്ന് പറഞ്ഞാൽ അവരുടെ രീതികൾ വിട്ടിട്ട്, അവരുടെ ചിന്താഗതികൾ വിട്ടിട്ട്. ആ ചിന്താഗതികളല്ല നിന്നെ നയിക്കേണ്ട ഘടകം. നിന്നെ നയിക്കേണ്ട ഘടകം ദൈവത്തിൻ്റെ വചനം എന്നുള്ളതാണ് അവിടെ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതായത് കഴിഞ്ഞ കുടുംബത്തിൻ്റെ എക്സ്റ്റൻഷനായിട്ടല്ല ഈ കുടുംബത്തെ കാണേണ്ടത്. ഓരോ കുടുംബവും ക്രിസ്തുവിൽ ഒരു പുതിയ കുടുംബം എന്നുള്ള കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് പാരമ്പര്യം വെച്ച് മുന്നോട്ട് പോകരുതെന്ന് പറയുന്നതിൻ്റെ ഒരു റീസൺ അതാണ്. പാരമ്പര്യമൊക്കെ ഉണ്ട്, ദാറ്റ്സ് ഗുഡ്, റിയലി. എൻ്റെ കുടുംബം ഈ കുടുംബമാണ്, അതായത് നല്ല കുടുംബം, ഓസം. പക്ഷെ അത് അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ കുടുംബത്തിൻ്റെ ഫൗണ്ടേഷൻ ക്രൈസ്റ്റാണ്, ക്രിസ്തുവാണ്. ഈ ബന്ധം, ഈ പാരമ്പര്യമൊന്നും നമ്മുടെ കുടുംബത്തിൽ സമാധാനമോ സ്വസ്ഥതയോ വരുത്തത്തില്ല. ക്രിസ്തുവാണ് നമ്മുടെ സമാധാനം, ക്രിസ്തുവാണ് നമ്മുടെ സ്വസ്ഥത. നമ്മുടെ കുടുംബത്തിൻ്റെ ഫൗണ്ടേഷൻ ക്രൈസ്റ്റായി മാറണം. അതാണ് ഇവിടെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത്. അല്ലാതെ ഞാൻ കേട്ടതും പഠിച്ചതും കണ്ടതും മനസ്സിലാക്കിയതും ഗ്രഹിച്ചതും ആയിരിക്കുന്ന കാര്യങ്ങളല്ല. ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ എനിക്ക് ലഭിച്ചതായിരിക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ. അപ്പോൾ മാത്രമാണ് ഇത് പെർഫെക്ഷനിലേക്ക് വരുന്നത്. ഇതാണ് ടെമ്പററി ഫിക്സ് അല്ല, റിയൽ ഫിക്സ്, പൂർണ്ണമായിരിക്കുന്ന ഫിക്സ് എന്ന് പറയുന്നത്. ഇതിന് റോമാലേഖനം 12-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മുടെ ആ പഴയതിനെ വിട്ട്, അതായത് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ ക്രിസ്തുവിനെക്കുറിച്ച്, കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം തനിക്ക് ലാഭമായിരുന്നതൊക്കെയും എന്ത് ചെയ്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഛേദമെന്നെണ്ണി, അതായത് അതെടുത്ത് വേണ്ടെന്ന് കളഞ്ഞു. അതായത് താൻ ആരാണെന്നോ, തൻ്റെ കുടുംബം എന്താണെന്നോ, തൻ്റെ പാരമ്പര്യം എന്താണെന്നോ, തൻ്റെ നാടെന്തോണെന്നോ, തൻ്റെ വ്യവസ്ഥിതി എന്താണെന്നോ, ഇതിനെ അതായത് അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട് എന്തൊക്കെയാണ് കളഞ്ഞെന്നുള്ളത്. എബ്രായിൽ നിന്നുള്ള എബ്രായൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, അനിന്ത്യൻ, വലിയ പാരമ്പര്യം എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ പാരമ്പര്യം എല്ലാം എന്ന് പറയുമ്പോൾ കർത്താവ് യേശുവിനെ കുറിച്ചുള്ള ഇത് മനസ്സിലാക്കുമ്പോൾ അതെല്ലാം എടുത്തുകൊണ്ട് ചവറ്റുകൊട്ടയ്ക്കകത്ത് കൊണ്ട് കളഞ്ഞിട്ട് കർത്താവ് യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി, ക്രൂശിക്കപ്പെട്ടവനെ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി ഞാൻ നിങ്ങളുടെ ഇടയിൽ. ഇപ്പം പൗലോസിൻ്റെ ഫൗണ്ടേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെന്യാമിൻ ഗോത്രക്കാരൻ എന്നുള്ളതല്ല, തൻ്റെ ഏത് കുടുംബമാണെന്നുള്ളതല്ല, അതായത് താൻ പരീശനാണെന്നുള്ളതല്ല, തന്നെ എബ്രായിൽ നിന്നുള്ള എബ്രായൻ, അതൊന്നും അല്ല തൻ്റെ അടിസ്ഥാനം. ഇപ്പം അടിസ്ഥാനം ക്രിസ്തു എന്ന അടിസ്ഥാനം. ക്രിസ്തു എന്ന അടിസ്ഥാനമല്ലാതെ വേറൊരു അടിസ്ഥാനം ഇടുവാൻ ആർക്കും കഴിയുകയില്ല. അതിൻ്റെ മീതെ വേണം എല്ലാം പണിയുവാൻ. അതിൻ്റെ മീതെ പണിയുന്നവൻ എങ്ങനെ പണിയുന്നു എന്ന് നോക്കിക്കൊള്ളട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന ഫൗണ്ടേഷൻ ക്രൈസ്റ്റായിട്ട് മാറണം. ക്രൈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വചനമായിട്ട് മാറണം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തിൽ, വചനം ജഡമായി തീർന്നു, അത് സ്ക്രിബേൻസ് പറഞ്ഞു, സത്യം എന്ന് പറഞ്ഞു നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ലൈഫിൻ്റെ കോർ ഫൗണ്ടേഷനായിട്ട് മാറണം. ഞാൻ എന്തുകൊണ്ട്, ഇപ്പോൾ ഭാര്യ വന്ന് ചോദിക്കുകയാണ് ഭർത്താവിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ട്
ഇങ്ങനെ സംസാരിക്കുന്നു, നിങ്ങൾ എന്തുകൊണ്ട് ഇത് ചെയ്യുവാൻ എന്നോട് പറയുന്നു, നിങ്ങൾ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അത് വചനത്തിൽ നിന്ന് കാണിച്ചു കൊടുക്കുവാനുള്ള ബാധ്യത നമുക്കുണ്ട്. അല്ലെങ്കിൽ വചനത്തിൽ നിന്ന് അത് കാണിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു ആണ് ഇത് എന്നോട് പറഞ്ഞത്, ദൈവവചനമാണ് എന്നെ ഇതിലേക്ക് നയിക്കുന്നത്, ദൈവവചനമാണെന്ന് കാണിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഭർത്താവിനുണ്ട്. അത് കാണിച്ചു കൊടുക്കാനില്ലെങ്കിൽ നമുക്ക് അവിടെ വെച്ച് അവർ ചോദിക്കുമ്പം ഞാൻ ഭർത്താവാണ്, ഞാൻ പറയുന്നത് അതുപോലെ അനുസരിച്ചാണ് എന്ന് പറഞ്ഞിട്ട് ഭാര്യ എടുത്ത് പറയാനായിട്ട് ഒരു റൈറ്റും ഇല്ല. അതായതുണ്ടല്ലോ, ഞാനിതിപ്പോൾ പറഞ്ഞല്ലോ, ഇത് എല്ലാ മേഖലയും അപ്ലൈ ചെയ്യുന്നൊരു മേഖലയാണ്. എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നു എന്ന് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാണിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ഇല്ലെങ്കിൽ അത് പറയാനുള്ള ഉത്തരവാദിത്വം ഇല്ല. അതിനോ ഇത് നമുക്ക് ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. പക്ഷേ സത്യം അല്ലാതാകുന്നില്ല, നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും. അതുപോലെ തന്നെ ഭാര്യ ഒരു കാര്യം വന്ന് പറയുമ്പം, നീ പറയുന്നത് എനിക്ക് കേൾക്കാൻ ഉത്തരവാദിത്വം ഇല്ല എന്ന് പറയുകയല്ല. ആ ഭാര്യ പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്ന് പരിശോധിക്കാനും അത് ചിന്തിക്കാനും, അത് അങ്ങനെ ആണെങ്കിൽ ഞാൻ പിടിച്ചു വെച്ചിരിക്കുന്ന 3 കൊമ്പുള്ള മുയലിനെ കളഞ്ഞേച്ച് ഈ മുയലിനെ ഏറ്റെടുക്കാനുമുള്ള താഴ്മ ഭർത്താവിനുണ്ടായിരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ ഉണ്ടായിരിക്കണം. ഇതില്ല എങ്കിൽ നമ്മൾ എന്തോ അറിയാം, നമ്മൾ പിന്നെ അടിച്ചമർത്തലിൽ കൂടെയും ഉയർന്ന ശബ്ദത്തിൽ കൂടെയൊക്കെ നമുക്ക് ജയിക്കാനേ പറ്റത്തുള്ളൂ, കൈക്കരുത്തിലൂടെയൊക്കെ പറ്റത്തുള്ളൂ. അതാണ് സാധാരണഗതി സംഭവിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിന് മുൻ സ്ഥാനം കൊടുക്കുവാണ്. അത് ഭർത്താവ് മാത്രമല്ല, ഭാര്യയും. ഭർത്താവ് ഒരു കാര്യം പറയുമ്പോൾ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, സകലത്തിലും കർത്താവിന് എന്നവണ്ണം കീഴടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കർത്താവിന് എന്നവണ്ണമാണ് എന്ന് പറഞ്ഞിട്ട് ഭർത്താവിന് ദൈവത്തിൻ്റെ വചനത്തിനൊത്തവണ്ണം കീഴടങ്ങാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഞാൻ പറയുന്നതിനകത്ത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനമുണ്ടെങ്കിൽ അതിന് കീഴടങ്ങ്. അത് തിരിച്ചു അതുപോലെ തന്നെ ഭാര്യ അങ്ങനല്ല സഹോദര, ഇങ്ങനെയല്ല, ദൈവവചനം ഇങ്ങനെയല്ലേ പറയുന്നത് എന്നൊന്ന് പറഞ്ഞു കൊടുക്കുമ്പം, ഓക്കെ, അത് ദൈവവചനത്തിൽ അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഞാനത് എൻ്റെ ചിന്താഗതി തെറ്റാണ്, കാഴ്ചപ്പാട് തെറ്റാണ് എന്ന് അംഗീകരിക്കാനുള്ള താഴ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോഴാണ് ഇത് ശാശ്വത പരിഹാരം ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഒരു സത്യത്തിൻ്റെ അടിസ്ഥാനം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമ്മളുടെ എല്ലാ ലൈഫിൻ്റെയും ഒരു ഫൗണ്ടേഷൻ ഉണ്ടായിരിക്കണം, ഒരു നോക്കാൻ ഒരു ടെംപ്ലേറ്റ് ഉണ്ടായിരിക്കണം. ആ ടെംപ്ലേറ്റാണ് ക്രിസ്തു. കുടുംബജീവിതത്തിൻ്റെ ടെംപ്ലേറ്റാണ് ക്രിസ്തു. നമ്മുടെ വ്യക്തിബന്ധങ്ങളുടെ ടെംപ്ലേറ്റാണ് ക്രിസ്തു. നമ്മുടെ ചർച്ചിൻ്റെ ടെംപ്ലേറ്റാണ് ക്രിസ്തു. നമ്മുടെ ഔദ്യോഗിക ജോലിയോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ ഏത് വ്യക്തിയോടുള്ള ഇടപാടുകളോ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാത്തിൻ്റെയും ആധാരമോ ആയിരിക്കുന്ന ടെംപ്ലേറ്റാണ് ക്രിസ്തു. ആ ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ അല്ല നമ്മുടെ ജീവിതമെങ്കിൽ നമ്മൾ പരിപൂർണരാകാൻ കഴിയുകയില്ല. ബൈബിൾ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. കൊരിന്ത്യർ ലേഖനത്തിൻ്റെ ആ തലയിൽ നിന്നാണ് സന്ധിപഞ്ചകളാൽ നമുക്ക് ഇൻഫോർമേഷൻ കിട്ടുന്നതെന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തെ നയിക്കുന്ന ഘടകം ദൈവത്തിൻ്റെ വചനമാണ്, അല്ലാതെ ഞാൻ പഠിച്ചതോ ഞാൻ മനസ്സിലാക്കിയതോ അല്ല. ഇവിടെയാണ് ആബ്സലൂട്ട് സറണ്ടർ എന്ന് പറയുന്ന ഒരു പ്രക്രിയ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ഇതാണ് ഞാൻ റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായിട്ട് സമർപ്പിക്കുക. അത് ആബ്സലൂട്ട് സറണ്ടറാണ്, ആബ്സലൂട്ട് സാക്രിഫൈസ് ആണ്. എന്തൊക്കെയാണ് സാക്രിഫൈസ് ചെയ്തത്? ഇത്രയും കാലം ഞാൻ ധരിച്ചു വെച്ചത്, ഇത്രയും കാലം ഞാൻ പഠിച്ചു വെച്ചത്, ഞാൻ ശരിയെന്ന് പറഞ്ഞു ധരിച്ചുകൊണ്ടിരുന്നത്, അതിൻ്റെ എല്ലാം കൂടെ ആകത്തുക എല്ലാം കൂടെ കൊണ്ട് ഞാൻ ചവറ്റുകൊട്ടയിലിടുക. അപ്പോസ്തലനെ പോലെ ഉത്തമമായ ഉദാഹരണമാണ്. താൻ പഠിച്ചത്, താൻ ഗ്രഹിച്ചത്, മനസ്സിലാക്കിയത്, അതിനുവേണ്ടി ഉറച്ചു നിന്നത്, അതിനുവേണ്ടി മറ്റുള്ളവരെ അടിച്ചേൽപ്പിച്ചത്, മർദ്ദിച്ചത്, ഉപദ്രവിച്ചത് ആയിരിക്കുന്ന തൻ്റെ മൊത്തത്തിൻ്റെയും ആകത്തുക എടുത്തുകൊണ്ട് ഗാർബേജിലേക്ക് ഇട്ടിട്ട് ക്രിസ്തു എന്ന ആ ഏക പുരുഷനെ അല്ലെങ്കിൽ ക്രിസ്തുവിനെ പൂർണ്ണമായിട്ട് അങ്ങ് പിടിച്ചിരിക്കുക എന്ന് പറയുന്നത് പോലെ നമ്മൾ പുരുഷൻ അങ്ങനെ പിടിക്കാൻ തയ്യാറാകുമ്പോഴും അങ്ങനെ സ്ത്രീ അങ്ങനെ പിടിക്കാൻ തയ്യാറാകുമ്പോഴുമാണ് ഇവിടെ പെർഫെക്ഷൻ അല്ലെങ്കിൽ പെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നത്. എല്ലാത്തിനും ഒരു പെർഫെക്ഷൻ ഉണ്ട്. ആ പെർഫെക്ഷൻ റിലേഷൻഷിപ്പ് പെർഫെക്റ്റ് ആകണോ, ഈ ഒരു അടിസ്ഥാനത്തിലേക്ക് വരണം. ഇതല്ലാതെ ഒരിക്കലും അത് പെർഫെക്റ്റ് ആകാനായിട്ട് പോകുന്നില്ല. ബാക്കി പുറമേ നോക്കുമ്പം വലിയ കുഴപ്പമില്ല എന്ന് ഇത് ഈ സബ്ജക്റ്റിലേക്ക് വരാനുള്ള കാരണം, അനേക കുടുംബങ്ങൾ പുറമേ നിന്ന് നോക്കുമ്പം വലിയ കുഴപ്പമൊന്നുമില്ല, വളരെ നല്ല കുടുംബമാണ്. പക്ഷെ നമ്മളെല്ലാം കണ്ടിട്ടില്ല, എല്ലാം കണ്ടിട്ടല്ല ഈ പറയുന്നത്. പുറമേ നോക്കുമ്പോൾ എല്ലാ കുടുംബങ്ങളും നല്ല കുടുംബമാണ്, അതായത് സിനിമ കാണുന്ന പോലൊക്കെ തന്നെ ഇരിക്കും പുറമേ നിന്ന് കാണുന്നത്. പക്ഷേങ്കിൽ അതിനകത്തുണ്ടല്ലോ ഒരുപാട് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്, ഒരുപാട് കോംപ്രമൈസ് ഉണ്ട്, ഒരുപാട് സാക്രിഫൈസ് ഉണ്ട്, ഒരുപാട് സഫറിങ് ഇൻ സൈലൻസ് ഉണ്ട്.
അല്ലെങ്കിൽ ഈ വഴക്കുണ്ടാകാതിരിക്കാൻ വേണ്ടി ഇനി എന്തെങ്കിലും ആയിക്കോട്ട് പോട്ടെ, ഇനി അങ്ങ് സ്വസ്ഥത വേണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് സമ്മതിച്ചു കൊടുക്കുന്നതുകൊണ്ട് ഇതൊക്കെ ടെമ്പററി ഫിക്സാണ്. അല്ലെങ്കിൽ ഇതൊന്നും ശാശ്വത പരിഹാരമല്ല. ഇവിടെ ഫെയർനെസ് ഇല്ല. ഇവിടെ ആരെങ്കിലും ഒരാൾ സഫർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുവാണ്. അതുണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ രണ്ടു പേർക്കും ഐശ്വര്യപൂർണമായ, സമാധാനപൂർണമായ, സ്വസ്ഥതപൂർണമായ ഒരിതുണ്ടെങ്കിൽ ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ടതായിരിക്കുന്ന, ക്രിസ്തു ഫൗണ്ടേഷൻ ആയിരിക്കുന്ന, ദൈവത്തിൻ്റെ വചനം ഫൗണ്ടേഷൻ ആയിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പിലേക്ക് എൻ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അവിടെയാണ് ഇതിൻ്റെ ശാശ്വത പരിഹാരം. ഇത് ഞാൻ കുടുംബജീവിതം എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ ആസ്പദമാക്കി സംസാരിച്ചു എങ്കിലും ഇത് കുടുംബജീവിതത്തെ മാത്രമല്ല, നമ്മുടെ ചർച്ച് ലൈഫിനെയും നമ്മുടെ പിള്ളേരോടുള്ള ബന്ധത്തെ എല്ലാ മേഖലയെയും ബാധിക്കുന്ന, അല്ലെങ്കിൽ അതിനെ സമ്പൂർണ്ണമാക്കുന്ന, പെർഫെക്റ്റ് ആക്കുന്ന ഒരു ഘടകമാണ് ഞാൻ ഇന്നിവിടെ സംസാരിച്ചത്. ഞാനിത് സംസാരിക്കുമ്പോൾ നിങ്ങളാരും വിചാരിക്കരുത് ഇതെല്ലാം അതുപോലെ ഫൗണ്ടേഷൻ ആക്കിയിട്ട് നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന്. എൻ്റേതായിട്ടുള്ള സ്വന്തം ചിന്താഗതികളും കാഴ്ചപ്പാടുകളും എല്ലാം ഇപ്പോഴും എനിക്കുണ്ട്. അതൊന്നും സാക്രിഫൈസ് ചെയ്യാത്തടത്തോളം കാലം യേശു പറഞ്ഞിരിക്കുന്ന സ്വസ്ഥതയോ സമാധാനമോ എനിക്ക് അനുഭവിക്കാനായിട്ട് കഴിയത്തില്ല. അത് സാക്രിഫൈസ് ചെയ്തിട്ട് ദൈവത്തിൻ്റെ, അതായത് ഒരു വഴി മനുഷ്യന് ചൊവ്വെന്ന് തോന്നുന്നു, അതിൻ്റെ അവസാനമോ നാശവഴികൾ അത്രേ. നിൻ്റെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ, എൻ്റെ വിചാരങ്ങളും നിൻ്റെ വിചാരങ്ങളും ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ നിൻ്റെ വിചാരങ്ങൾ എൻ്റെ വിചാരങ്ങളോട് അകന്നിരിക്കുന്നു. എൻ്റെ പ്ലാനല്ല നിൻ്റെ പ്ലാന്. ഇതെല്ലാം കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ഇപ്പോഴും എന്നോട് ചോദിച്ചാൽ എൻ്റേതായിട്ടുള്ള കാഴ്ചപ്പാടുകളും എൻ്റേതായിട്ടുള്ള പ്ലാനുകളും ഐഡിയകളും എല്ലാം ഉണ്ട്. എന്തുകൊണ്ടാണ് ഐഡിയ ഉള്ളതെന്ന് അറിയാമോ? ആ മേഖലയിൽ ദൈവത്തിൻ്റെ വചനത്തിൽ ഉള്ള ദൈവത്തിൻ്റെ പ്ലാനും ഐഡിയയും അറിയാത്തതുകൊണ്ട്. അത് പഠിക്കുന്ന മുറയിലാണ് ഞാനിത് മാറ്റിക്കളയാൻ തയ്യാറാകുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവവചനം എൻ്റെ ജീവിതത്തെ മാറ്റുന്ന ഘടകമായി തീരുവാൻ നമ്മൾ പഠിക്കാൻ തയ്യാറാകുമ്പോഴാണ് നമ്മുടെ ഐഡിയകളും നമ്മുടെ പ്ലാനുകളും എല്ലാം ചവറ്റുകൊട്ടയിലേക്ക് പോകുന്നത്. അല്ലാതെ ചവറ്റുകൊട്ടയിലേക്ക് പോകത്തില്ല. അതിനാണ് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൻ്റെ ആഹാരമായി മാറേണ്ടത്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനവും കൊണ്ട് അത്രേ ജീവിക്കുന്നു എന്ന് കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ച അടിസ്ഥാനമായിരിക്കുന്ന ഘടകം. ദൈവത്തിൻ്റെ വചനം എൻ്റെ ജീവിതത്തിൻ്റെ പരമപ്രധാനമായ ആധാരമായി മാറട്ടെ, അതെൻ്റെ ഫൗണ്ടേഷനായി മാറട്ടെ, അതെന്നെ നയിക്കുന്ന ഘടകമായി മാറട്ടെ. അതുകൊണ്ടാണ് കൊളോസ്യ ലേഖനം പറഞ്ഞിരിക്കുന്നത്, ആകയാൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടത്. കൊളോസ്യർ 2:6. ആകയാൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടക്കുവിൻ. Walk in him, walk in the word, apply the word in every situation of your life. കുടുംബ ബന്ധം, കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധം, മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം, ഭാര്യ ഭർത്തൃ ബന്ധം, അതുപോലെ ഓഫീസിലുള്ള ബന്ധം, ചർച്ചിലുള്ള ബന്ധം, മറ്റുള്ള കൂട്ടുകാരുമായിട്ടുള്ള ബന്ധം, എല്ലാ ബന്ധങ്ങളുടെയും അടിസ്ഥാന ഘടകവും ഫൗണ്ടേഷനും ദൈവത്തിൻ്റെ വചനമായിട്ട് മാറുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ അത് വിടുതലായിട്ട് മാറുന്നത്, അനുഗ്രഹമായിട്ട് മാറുന്നത്. അതിനായിട്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. ഞാൻ അധികം സംസാരിക്കാത്തൊരു സബ്ജക്റ്റാണ് ഞാൻ ഇന്ന് സംസാരിക്കാനായിട്ട് മുതിർന്നത്. കർത്താവ് ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കി തരുന്ന ചില സത്യങ്ങൾ ഷെയർ ചെയ്യുവാനായിട്ട് കർത്താവിൽ ഞാൻ ശരണപ്പെട്ടു. അത് നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമാകുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ റെക്കോർഡ് ചെയ്തത് ഞാൻ അത് അയക്കാം. അത് വീണ്ടും കേൾക്കുവാനായിട്ട്, അല്ലെങ്കിൽ ഇത് എനിക്ക് തന്നെ വീണ്ടും കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നതാണ് ഇത്. കാരണം എൻ്റെ ജീവിതത്തെ അത് നിയന്ത്രിക്കുന്ന ഘടകമായിട്ടും അനുഗ്രഹിക്കുന്ന ഘടകമായിട്ട് മാറുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അതിനായിട്ട് ദൈവകരങ്ങളിലേക്ക് നമ്മളെ ഒരു നിമിഷം നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാകുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിലൂടെ അങ്ങ് ഞങ്ങളെ വിടുവിക്കുന്ന ദൈവമായതുകൊണ്ട് സ്തോത്രം. കർത്താവ് ഞങ്ങളെ കേൾപ്പിച്ച ദൈവിക വചനത്തിനും ദൈവിക ആലോചനയ്ക്കും മുമ്പ് ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാത്തിൻ്റെയും ഫൗണ്ടേഷൻ ക്രിസ്തുവിൻ്റെ വചനമായി മാറുവാൻ കർത്താവെ അടിയങ്ങളെ പഠിപ്പിക്കണം, ഞങ്ങളെ സഹായിക്കണം. പരിശുദ്ധാത്മാവ് ഏറ്റവും നല്ല ഉപദേഷ്ടാവാണ്, ഏറ്റവും നല്ല ടീച്ചറാണ്. സകല സത്യത്തിലും ഞങ്ങളെ വഴി നടത്തും എന്ന് അങ്ങ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഇത് ഗ്രഹിച്ച് പഠിച്ച് യാത്ര ചെയ്ത് മുന്നോട്ട് പോകുവാൻ തക്കണം കർത്താവെ. ആ വചനത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ നിരുപാധികം കീഴടങ്ങുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ, ശക്തീകരിക്കണമേ. അതിനായിട്ട് ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായിട്ട് താഴ്ത്തുന്നു. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ദൈവവചനം കേട്ട ഓരോരുത്തരെയും അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.